മന്ത്രി എം പി രാജേഷ് ഇന്ന് പാലക്കാട്ടെ കഞ്ചിക്കോട് അഹല്യ ക്യാമ്പസിൽ മഴവെള്ള സംഭരണി സന്ദർശിക്കുന്നുണ്ട്. എലപ്പുള്ളി മദ്യനിർമ്മാണശാല നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മഴവെള്ള സംഭരണിയിൽ നിന്നും ആവശ്യമായ ജലം ലഭിക്കില്ലെന്ന ആരോപണം ഉയർന്നപ്പോൾ അഹല്യ മോഡലായിരുന്നു മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. പ്രസാദ് ഉറുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, മന്ത്രി എപ്പോഴാകും ഇവിടേക്ക് എത്തുക? മന്ത്രിയുടെ സന്ദർശനം എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. എന്നാൽ അവിടെ പ്രതിഷേധം തുടരുന്നു. പഞ്ചായത്ത് തന്നെ എതിർപ്പുമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ ഉപവാസമുണ്ട്. വിവിധ ജനകീയ സമിതികളുടെ സമരവും അവിടെ നടക്കുന്നുണ്ട്. അപ്പോഴും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിന് ഈ ഏറ്റവും കൂടുതൽ ഈ വലിയ പ്രതിഷേധത്തിൻ്റെ കാരണമായി പറയുന്നത് അവിടേക്ക് ഭൂഗർഭജലം ഉപയോഗപ്പെടുത്താൻ പാടില്ല, അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെ പദ്ധതി ഉപയോഗപ്പെടുത്തരുത്, അത് അവിടെ കുടിവെള്ളത്തെ ബാധിക്കുക എന്നുൾപ്പെടെയുള്ള ആശങ്കകളാണ് ഈ എതിർപ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതിന് മന്ത്രി നൽകിയിട്ടുള്ള ഒരു മറുപടി, കമ്പനി തന്നെ 5 ഏക്കർ സ്ഥലത്ത് മഴവെള്ള സംഭരണി നിർമ്മിക്കുകയും അതിൽ നിന്നുള്ള വെള്ളം പരമാവധി ഉപയോഗപ്പെടുത്തുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. പാലക്കാട് അഹല്യയിൽ അവർ ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള മഴവെള്ള സംഭരണിയാണ്. അതൊരു ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് അതൊരു മാതൃകയാണ്, അത് കാണിച്ചു തരാം എന്ന് മാധ്യമങ്ങളെ കൂടി ക്ഷണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം. ഇന്ന് 3:30-ക്കാണ് അവിടെ സന്ദർശിക്കുന്നത്. ഇതിൽ അന്ന് മറ്റ് സംഘടനകൾക്കും ഈ സമരം നടത്തുന്ന ആളുകൾക്കും വേണമെങ്കിൽ അന്ന് പങ്കെടുക്കാമെന്നെല്ലാം അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇന്നാണ് മന്ത്രി അഹല്യ ക്യാമ്പസ് സന്ദർശിക്കുകയും അവിടുത്തെ മഴവെള്ള സംഭരണിയിലെ കുറിച്ചുള്ള അതിന്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത്. സമരം നടത്തുന്നവർക്കും മാധ്യമപ്രവർത്തകരെയും അടക്കം തിരുവനന്തപുരത്തെ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ഈ മഴവെള്ള സംഭരണി കാണാനായി ക്ഷണിച്ചിരുന്നു. ഈ അവിടെ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ മന്ത്രിയുടെ സന്ദർശന വേളയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സംഭവങ്ങൾക്കുള്ള സാഹചര്യം കൂടിയുണ്ടോ? ഈ അഹല്യയിൽ അത്തരത്തിലുള്ള പ്രതിഷേധത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവിടെ പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം പ്രമേയം പാസ്സാക്കിയതാണ്. പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറണം, അതിൻ്റെ അനുമതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചിരുന്നു. CPM ഇതിന് മറുപടിയായി ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് കോറം തികയാത്തതിനെ തുടർന്ന് അവതരിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. BJP കഴിഞ്ഞ 2 ആഴ്ചയിലേറെ അവിടെ ഉപവാസം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനകീയ സമിതിയുടെ സമരവും അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഇത്തരത്തിൽ മന്ത്രിയുടെ പരിപാടികൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നില്ല. ഇന്ന് 2 കാര്യങ്ങളാണ്. ഒന്ന്, എം പി രാജേഷ് ഈ സ്ഥലം സന്ദർശിക്കുന്നു. ഈ മഴവെള്ള സംഭരണിയിലൂടെ എത്രത്തോളം വെള്ളം എടുക്കാൻ കഴിയുമെന്നെല്ലാം സംബന്ധിച്ച് ഒരു വിശദീകരണം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നുണ്ട്. മറ്റൊന്ന്, CPM അവിടെ ഒരു വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നുണ്ട്. നേരത്തെ തന്നെ CPM അവിടെ ജില്ലാ സെക്രട്ടറി പങ്കെടുത്ത ഒരു വിശദീകരണ യോഗം കഴിഞ്ഞതാണ്. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് മന്ത്രിയെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് എക്സൈസ് മന്ത്രി തന്നെ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആശങ്കകളെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് ഇന്ന് എലപ്പുള്ളി പാറയിൽ പൊതുയോഗം നടത്തുന്നു. അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ എന്താണ് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് അത്തരം കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് CPM-ന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി കൂടിയാണ് മന്ത്രിയുടെ ഇന്നത്തെ 2 പരിപാടികളെയും നോക്കിക്കാണാനാകുക. ശരി പ്രസാദ്, വ്യക്തമാണ്.